ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആർക്കും ഏറ്റവും എളുപ്പത്തിൽ ഒരു വണ്ടി തിരിച്ചെടുക്കാനായിട്ടുള്ള ചില ട്രിക്കുകളാണ്. നമ്മൾ സാധാരണ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു വണ്ടി തിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ബാക്ക് കയറ്റി ഒരു വാഹനം തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് ഇവിടുന്ന് വാഹനവുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. അതിനുശേഷം വണ്ടി മുന്നോട്ട് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഏകദേശം ഈ ഒരു റോഡിലേക്ക് കയറ്റി തിരിക്കുന്നതാണ് ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു മെത്തേഡ്. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡ് തിരിക്കുന്ന ഒരു മെത്തേഡും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളുടെ വാഹനം വരുന്നു. അതിനുശേഷം വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ട് കയറ്റി നമ്മൾ ആദ്യം വാഹനം തിരിക്കുന്നു. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോടൊപ്പം തന്നെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുന്ന ഒരു വിഷ്വലും കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധയോടെ കാണുക. കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് കയറ്റി ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് പേര് ഈ ബാക്ക് സൈഡ് കയറ്റി ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. നമ്മുടെ ചാനലിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു ലൈവ് വന്നായിരുന്നു. ഒരുപാട് പേര് ലൈവിൽ പങ്കെടുത്തു, ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇന്നലെ. അപ്പം വന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദി പറയുന്നു. എല്ലാവരുടെയും മെസ്സേജുകൾ വായിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നുകൊണ്ടാണത് കഴിയാതിരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ലൈവ് വരുന്ന സമയത്ത് എല്ലാവരുമായിട്ട് സംസാരിക്കാം. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുത്തു. നമ്മൾ ഇനി ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയൊരു സ്പേസിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് കയറ്റി ആദ്യം നമ്മൾ തിരിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്തായാലും ശ്രദ്ധയോടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കക്കാരായ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മളിതേ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് കയറ്റി തിരിക്കാൻ പോകുന്നത്. അവിടെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് കയറ്റി തിരിക്കുന്ന ഒരു വീഡിയോ ചെയ്തത്. ഏറ്റവും ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാക്സിമം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരിക. അതിനുശേഷം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. നമ്മളിത് ഈ ഒരു ഭാഗത്തേക്കാണ് വണ്ടിയുടെ ബാക്ക് കയറ്റുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഇടവഴിയിലേക്ക് വണ്ടിയുടെ ബാക്ക് കയറ്റുമ്പോൾ നിങ്ങൾ എത്രയധികം വാഹനവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം തിരിക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ, റൈറ്റ് സൈഡിൽ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്തുകൊണ്ട് തിരിക്കാൻ കഴിയും. 1, 2 സ്പേസ് ഇല്ലെങ്കിൽ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ പോവുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളെ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തിരിക്കുന്ന ആ ഒരു മെത്തേഡ് കാണിക്കാം. അതിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ ഇത്തരത്തിൽ വരിക. ഇത്തരത്തിൽ വന്നതിന് ശേഷം നമ്മൾ തിരിയാൻ ഉദ്ദേശിക്കുന്ന റോഡില്ലേ, നിങ്ങൾ നോക്കി, ഈ ഒരു റോഡിൻ്റെ ഈ എൻഡ് ഭാഗം, അതായത് ഈ എൻഡ് ഭാഗം ഏകദേശം നമ്മളുടെ ബാക്കിലെ സെക്കൻഡ് ഡോറിൻ്റെ ആ ഒരു ഡോർ ഹാൻഡിലിനോടടുത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുമ്പോൾ നമ്മളുടെ വാഹനം നിർത്തുക. ഞാനിതേ വീണ്ടും വണ്ടി മെല്ലെ മുന്നോട്ടെടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഞാൻ മുന്നോട്ടെടുക്കുകയാണ്. ഓക്കെ, മുന്നോട്ടെടുക്കുന്നു. ഇപ്പോൾ ഞാൻ വാഹനവുമായിട്ട് മുന്നോട്ട് വന്നു. ഇനി നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ തിരിയാൻ പോകുന്ന റോഡിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഏകദേശം ഈ ഡോറിൻ്റെ എൻഡ് ഭാഗം ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ എനിക്ക് ഏകദേശം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം എനിക്ക് മിററിലൂടെ നോക്കിയാലും അത് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് വാഹനം കിടക്കുന്ന ഒരു പൊസിഷൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഏകദേശം നമുക്ക് ഈ റോഡിൻ്റെ എൻഡ് കാണണം. അത് നമ്മൾ ക്ലിയർ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ വണ്ടിയുടെ ബാക്കിലെ ഈ ഒരു ബമ്പർ ഏകദേശം ഈ ഒരു ലൈനോടടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ അവിടുന്ന് പൂർണ്ണമായിട്ട് സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാക്ക് വളരെ സുഗമമായിട്ട് ഇങ്ങോട്ട് കയറും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുക. ഞാനിത് റിവേഴ്സ് ഗിയർ കൊടുത്തു. ശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിങ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിങ് പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ശേഷം നിങ്ങൾ ഈ ചെയ്യേണ്ടത്, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ആക്സിലറേറ്ററിൽ നിങ്ങളുടെ വലത്തെ കാല് കൃത്യമായിട്ട് എടുത്ത് വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആക്സിലറേറ്റർ കൊടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി മെല്ലെ ബാക്കിലേക്ക് എടുക്കുക. ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ
ലെഫ്റ്റ് സൈഡിലുള്ള മിററും കൃത്യമായിട്ട് നോക്കണം. നിങ്ങൾ നോക്കുക, ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ള മിററും കൃത്യമായിട്ട് നോക്കി വണ്ടി മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ്. ഞാനിത് മെല്ലെ ക്ലച്ചിൽ നിന്ന് അയക്കുന്നു, ഒപ്പം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ റോഡിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഈ ഒരു മിററിലൂടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇനി ആ മിറർ വെച്ച് മിററിൽ നോക്കിക്കൊണ്ട് വണ്ടിയുടെ ബാക്ക് ആ ഒരു സൈഡിലേക്ക് കയറ്റുന്നു. ഓക്കെ, ഇങ്ങനെ കയറി വരികയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റൈറ്റ് സൈഡിലെ മിററാണ്. കാരണം നമുക്കിനി റൈറ്റ് സൈഡിലൂടെ വണ്ടിയുടെ ബാക്ക് ക്ലിയർ ആയിട്ട് കാണാം. ശേഷം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലയിച്ച് വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുക. ഇപ്പോൾ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയിക്കുന്നതിനോടൊപ്പം ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്ററും കൊടുത്ത് നമ്മുടെ വാഹനം റൈറ്റ് സൈഡിലെ ആ ഒരു സ്പേസിലേക്ക് കൃത്യമായിട്ട് കയറുകയാണ്. നിങ്ങൾ നോക്കും, ഇപ്പോൾ റൈറ്റ് സൈഡിലെ സ്പേസിലേക്ക് നമ്മുടെ വാഹനം കയറി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കൃത്യമായിട്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഒരു 1.5 റൗണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിത് ഇവിടുന്ന് ഫസ്റ്റ് ഞാനിതേ ഒരു 1/2 റൗണ്ട് തിരിച്ചു. ഇനി ഇവിടുന്ന് ഞാനിതേ 1 റൗണ്ടും കൂടി തിരിച്ചു. ഇപ്പോൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും നേരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു സ്ലോപ്പുള്ള ഒരു കയറ്റത്താണ് നമ്മുടെ വാഹനം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന അയച്ചാൽ വണ്ടി നിങ്ങൾ നോക്കി, ഞാൻ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന പതുക്കെ അയച്ചപ്പോൾ തന്നെ വണ്ടി ഇതേ തിരിഞ്ഞ് കിട്ടി. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ടാണ് ഞാൻ തിരിച്ചത്. ഓക്കെ, വീണ്ടും ഞാനിതേ സ്റ്റിയറിങ് നേരെയാക്കി കൊടുത്തു. ഒരു 1.5 റൗണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചപ്പോൾ സ്റ്റിയറിംഗ് നേരെയായി. ഇനി നിങ്ങളെ അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ വണ്ടിയുടെ ബാക്ക് കയറ്റി തിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൈറ്റ് സൈഡിലേക്ക് വണ്ടി ബാക്ക് കയറ്റി തിരിക്കുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ട് ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നില്ല, നമുക്ക് ഉചിതമായിട്ട് തിരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതേ വാഹനം റൈറ്റ് സൈഡിലേക്ക് ചേർക്കുന്നു. നിങ്ങൾ നോക്കുക, നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് തിരിക്കുക. ഞാനിതേ റൈറ്റ് സൈഡിലേക്ക് വാഹനം ചേർക്കുന്നു. ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലും പോകാനായിട്ടുള്ള ഒരു ഇടയുണ്ട്. ഇതേ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു. റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വന്ന് നിങ്ങൾ നോക്കുക, നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പേസിലേക്ക് വരികയാണ്. കണ്ടില്ല, ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലും പോകാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് കയറ്റി തിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനം തിരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം റൈറ്റ് സൈഡ് ചേരുന്ന സമയത്ത് കൃത്യമായിട്ട് വണ്ടിയുടെ ബാക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഒരു സ്പേസിലേക്കല്ലേ നമ്മൾ കയറ്റി തിരിക്കുന്നത്. ഓൾറെഡി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വണ്ടിയുടെ സെക്കൻഡ് ഡോറിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഈ വഴിയുടെ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ വഴിയുടെ എൻഡിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു പൊസിഷൻ വരുമ്പോൾ നമ്മുടെ വണ്ടി നിർത്തിയതിന് ശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. നിങ്ങളെ കാണിച്ചു തരാം. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മെല്ലെ മുന്നോട്ടെടുക്കുകയാണ്. ഞാനൊരു ആ ഡോറിൻ്റെ പൊസിഷനാണ് നോക്കുന്നത്, റെഫറൻസ് പോയിൻ്റായിട്ട്. ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറ്റി നിർത്തി. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് റെഫറൻസ് പോയിൻ്റായിട്ട് വെച്ചത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ വണ്ടിയുടെ ബമ്പർ ഈ ഒരു ലൈനോട് ചേർന്ന് വരും. കൃത്യമായിട്ട് നമ്മൾ തിരിക്കുന്ന ഏതൊരു പൊസിഷനിൽ വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് വണ്ടിയുടെ ബാക്ക് നേരെ ആ ഒരു വശത്തേക്ക് കയറ്റിയാൽ മതി. ഞാൻ വണ്ടി കിടക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾ കൃത്യമായിട്ടും കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഞാനിപ്പോൾ ഓൾറെഡി പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചിട്ടുണ്ട്. ഞാനിത് ഇനി ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കാലയച്ചപ്പോൾ തന്നെ വണ്ടി മെല്ലെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. ചെറിയൊരു സ്ലോപ്പിലാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കയറുകയാണ്. നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലും മിററിലൂടെ വണ്ടിയുടെ ബാക്ക് സൈഡും കൂടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഓക്കെ, ഞാനിത് ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് അയക്കുന്നു. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നോക്കുന്നു. ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ വാഹനം കയറുന്നുണ്ട്. ഒപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലും കൂടെ നോക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു സ്പേസിലേക്ക് വാഹനം ഏകദേശം കയറി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും സ്റ്റിയറിംഗ് ഒരു 1.5 റൗണ്ട് നമ്മൾ ഒടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് വണ്ടിയുടെ ടയർ നേരെയാക്കാം. ഓക്കെ, അതിനുശേഷം കുറച്ചും കൂടെ വണ്ടിയുടെ ബാക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് നയിക്കുക, ഒപ്പം ആക്സിലറേറ്ററും കൂടെ കൊടുത്ത് വാഹനം മെല്ലെ ബാക്കിലേക്ക് കയറുക. ഈ ഒരു സമയത്ത് നമ്മൾ ഇതേ മാറി ലെഫ്റ്റും റൈറ്റും നമ്മൾ കൃത്യമായിട്ട് മിററിലൂടെ നോക്കുക. ഓക്കെ, ഇപ്പോൾ വാഹനം മാക്സിമം ആ ഒരു സ്പേസിലേക്ക് കയറി. നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഇനി വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് വാഹനം തിരിയേണ്ടത്. സ്റ്റിയറിംഗ് നമ്മൾ പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ തിരിയാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. വണ്ടി മാക്സിമം ബാക്കിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിന് ശേഷം മെല്ലെ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ക്ലച്ച് നയിക്കുന്നു. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് നമ്മളിതേ വാഹനം മെല്ലെ മുന്നോട്ടെടുക്കുന്നു. കണ്ടില്ലേ?
അപ്പോൾ ഇത്രയധികം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വാഹനം തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.